ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു അക്വേറിയം സൈക്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു 1 വീക്കായി. അപ്പോൾ ഇന്ന് നമ്മൾ അതിലേക്ക് ചെറുതായിട്ട് റെഡ് ചെറി ഷ്രിമ്പിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അക്വേറിയത്തിൽ നമ്മൾ ഇന്ന് ഓൾമോസ്റ്റ് നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം ചെറുതായിട്ട് ക്ലൗഡിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇന്ന് ഇതിൽ അതായത് നമ്മൾ ഈ സോയിലൊക്കെ ആഡ് ചെയ്ത കാരണം ഒരു ബ്ലാക്ക് കളറൊക്കെയും ഈ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിതൊരു മറൈൻ അക്വേറിയം കോറൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി എടുത്തൊരു അക്വേറിയമാണ് ഞാനിത്. അപ്പോൾ ആക്ച്വലി എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്ലാസ് അല്ല, ഇതൊരു ഫൈബർ മെറ്റീരിയൽ ആയ കാരണം അപ്പോൾ ഈ ഒരു അക്വേറിയം നമ്മൾ കോറലിന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആൽഗയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ക്രബ് ചെയ്ത് കളയാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര സ്ക്രാച്ചസൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അക്വേറിയം 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യാണ്ട് ഇന്ന് ജസ്റ്റ് ഒരു പ്ലാന്റ് ടാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഈ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ സൈക്കിൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലൊരു അനൂബിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ അനൂബയും അതുപോലെ തന്നെ റെഡ് ചെറി ഷ്രിമ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അക്വേറിയം ജസ്റ്റ് നമ്മളിന്ന് കുറച്ച് വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് ആഡ് ചെയ്യാനാണ് പോകുന്നത്. ചെറി ഷ്രിമ്പിന് അതുപോലെ തന്നെ അനൂബിയയും ജസ്റ്റ് പശ തേച്ച് ജസ്റ്റ് ഒട്ടിക്കാനാണ് പോകുന്നത്. ഡ്രിഫ്റ്റ് വുഡ് മാറ്റിയിട്ട് ജസ്റ്റ് ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയൊരു വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മുമ്പ് ഞാൻ മറൈൻ അക്വേറിയം ചെയ്യുമ്പോഴും പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഞാൻ ഇതിലും പറയാറ്. നമ്മൾ ഏതൊരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പോഴും നമ്മളത് അക്വേറിയം സൈക്കിൾ ചെയ്യേണ്ടത് വളരെയധികം നല്ലതാണ്. ഇനി നമുക്ക് പ്ലാന്റ് ആഡ് ചെയ്യാം. അപ്പോൾ പ്ലാന്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വർത്തിച്ചാണ്. അതുപോലെ തന്നെ ഷ്രിമ്പും ഞാൻ ഒരു സെയിം ഷോപ്പിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ചെറിയൊരു ഇത് മതി, പക്ഷേ എനിക്കൊരു വലിയൊരു ബഞ്ച് തന്നെയാണ് കിട്ടിയത്, വലിയൊരു പോട്ടാണ് കിട്ടിയത്. ഞാൻ ആക്ച്വലി ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ആ ഫ്രണ്ടിലിരിക്കുന്ന ഭാഗം മാത്രമായിരുന്നു എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു പോർഷൻ. എനിക്ക് അത്രയും ചെറിയൊരു പ്ലാന്റ് മാത്രം മതി എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈ ഒരു കാണുന്ന ഇപ്പം ഞാൻ കയ്യിലെടുത്ത ആ ഒരു ഭാഗം മാത്രമായിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത്ര ചെറിയൊരു ഭാഗം മാത്രം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റമ്പിൻ്റെ മുകളിലാണ് ഈ ഗമ്മ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ കോറൽ ഒട്ടിക്കുന്ന സെയിം ഗമ്മ്, അതായത് നമ്മളുടെ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് ഗ്ലൂ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റമ്പിൻ്റെ മുകളിലാണ് ഞാൻ വെച്ചതിന് ശേഷം ഈ ഒരു ഗമ്മ് ഒട്ടിച്ചത്. അപ്പോൾ ഈ ഒരു ഗമ്മ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഈ ഗമ്മ് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നനച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്വേറിയത്തിൽ ഞാനിപ്പോൾ കോറലൊക്കെ ഫ്രാഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വളരെ സോഫ്റ്റ് അല്ലേ അവയൊക്കെയും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവ വെള്ളം നനച്ചിട്ട് വെള്ളത്തിൽ മുക്കുകയാണ് ചെയ്യാറ്. ഒന്നില്ലെങ്കിൽ വെള്ളത്തിൽ മുക്കും, അതല്ലെങ്കിൽ സോൾട്ട് വാട്ടർ അടിച്ചിട്ട് സ്പ്രേ ചെയ്യാറ്. നമ്മളിവിടെ ജസ്റ്റ് ഒരു നോർമൽ വാട്ടർ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവ സെറ്റായി. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം മാത്രമാണ്, അത്രയും ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാനൊരു പ്ലാന്റ് ടാങ്ക് ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് അതിനുള്ള എക്സ്പീരിയൻസ് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പീസ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ പീസിൻ്റെ നമ്മൾ ആ ഒരു സ്റ്റമ്പുമ്മലാണ് ഈ ഒരു ഗ്ലൂ വെച്ചതിന് ശേഷം നമ്മൾ സ്പ്രേ അടിച്ചിട്ട് പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രാഗിന് മുകളിൽ ഇനിയും പൊട്ടിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഫ്രാഗ് ആവും. പക്ഷെ അത് വെക്കാനുള്ള സ്ഥലമോ എൻ്റെ വേറെ ഫ്രഷ് വാട്ടർ അക്വേറിയം ഇല്ലാത്ത കാരണമാണ് ഞാൻ അത്രയും ഒരു വലിയൊരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചത്. അപ്പോൾ അത് സെറ്റാകാൻ വേണ്ടി കുറച്ച് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗ്ലൂ സെറ്റായിരിക്കും. ഈ ഒരു ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറൈൻ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് വാട്ടറിലും യൂസ് ചെയ്യാം. നമുക്ക് നമ്മുടെ ലോക്കൽ ഫിഷ് മാർക്കറ്റിലൊക്കെ ഈ ഒരു ഗ്ലൂ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തത്. ഇതിന് വേറെ ടൈയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് ഈ ഒരു ഗ്ലൂവിൽ തന്നെ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഐഡിയക്ക് ഞാനിങ്ങനെ ചെയ്തു എന്നാണ്, ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏതൊരു അക്വേറിയം സൈക്കിൾ ചെയ്തിട്ട് വെള്ളം മാറ്റുന്ന പോലെ അപ്പോൾ ഞാൻ വെള്ളം മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെയും ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെടികളുടെ പേരോ കാര്യങ്ങളോ എനിക്ക് കറക്റ്റായിട്ട് അറിയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഫിഷ് കടയിൽ പോയി ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിച്ച് ഞാൻ അക്വേറിയത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വെള്ളം നമ്മൾ ഹാഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ
ഡ്രിഫ്റ്റ് വുഡ് നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ പ്ലാന്റ് ആയിട്ടുള്ളത് നമ്മൾ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഡ്രിഫ്റ്റ് വുഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം കറക്റ്റായിട്ട് എനിക്ക് അറിയുന്നില്ല. ഞാൻ ഇതിൽ ബാക്കിൽ ചെടി ഫ്ലോയുടെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നും കറക്റ്റ് ആ ഫ്ലോയുടെ ശക്തി മൂലം ഈ ഒരു ചെടി നശിച്ചു പോകുക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനൊരു ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്നാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിൽക്കും, എനിക്കറിയില്ല. നമ്മളിതിന് ഈ ഒരു ചെറിയൊരു പ്ലാന്റ് ഇട്ടാൽ അങ്ങനെ CO2 കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളിതിലേക്ക് ഓൾമോസ്റ്റ് വെള്ളം നിറച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ഷ്രിമ്പിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ അക്വേറിയം ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ വ്യൂ. അപ്പോൾ അക്വേറിയം സെറ്റ് ചെയ്തതാണ് നമ്മൾ ടോപ്പ് വ്യൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു അക്വേറിയം നമുക്ക് ഓഫീസിലേക്ക് വയ്ക്കാൻ പറ്റിയൊരു ചെറിയൊരു അക്വേറിയമാണ്. നമുക്കിപ്പോൾ ഫിഷിനോടൊക്കെ ഒരു ക്രേസുള്ള ആൾക്കാർക്ക് ഓഫീസിലേക്ക് ഇങ്ങനെ ജസ്റ്റ് റൂമിലൊക്കെ ചെറിയൊരു അക്വേറിയം നമുക്ക് കണ്ടുകൊണ്ടും കിടക്കാൻ പറ്റിയൊരു ചെറിയൊരു നാനോ അക്വേറിയമാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ അക്വേറിയം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ നമ്മുടെ ഷ്രിമ്പിനെ നമ്മൾ അക്ലമേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഷ്രിമ്പിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 6 പീസ് ഷ്രിമ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് ഓൾമോസ്റ്റ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബോൾ എടുത്തിട്ട് മെല്ലെ ടാങ്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ഷ്രിമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കാൻ ഉള്ളൊരു പ്രകൃതമാണ് സാധാരണ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവ നമ്മുടെ അക്വേറിയം എപ്പോഴും കാലിയായിട്ടാണ് കാണാൻ തോന്നുന്നുണ്ട് ഇനി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവ ഒരു സെൽഫ് കണ്ടുപിടിച്ച് അവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യാറ്. ചെടികളെ ആഡ് ചെയ്യണമെന്ന് ഇതിലേക്ക് അവ പ്ലാന്റ് കഴിക്കുകയോ അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഫുഡ് കഴിക്കുകയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഒരു ഫ്രഷ് വാട്ടർ അക്വേറിയം സെറ്റ് ചെയ്യുന്ന ത്രില്ലിലാണ് ഞാനിപ്പോൾ.